ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് ഗവർണർമാർ വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സമയപരിധി നിശ്ചയിക്കുന്നത് അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പ്രതികരിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി ചട്ടവിരുദ്ധമെന്ന് സുപ്രീംകോടതി വിധിച്ചത് ഏപ്രിൽ 8-നാണ്. സുപ്രീംകോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിധിയുടെ പൂർണ്ണ രൂപത്തിലാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അയച്ചാൽ രാഷ്ട്രപതി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. തീരുമാനം വൈകുകയാണെങ്കിൽ അക്കാര്യം സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം. തീരുമാനം വൈകിയാൽ കോടതിയെ സമീപിക്കാൻ അധികാരമുണ്ടെന്നും ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച 415 പേജുള്ള ഉത്തരവിൽ പറയുന്നു. ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഭരണഘടനയുടെ അനുച്ഛേദം 201. ഇതിലെവിടെയും സമയപരിധിയെക്കുറിച്ച് പറയുന്നില്ല എന്നിരിക്കെയാണ് രാഷ്ട്രപതിക്കും സമയപരിധി ഉണ്ടെന്ന സുപ്രീം കോടതി വിധി. ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വൈകരുതെന്ന പുഞ്ചി സർക്കാരിയ കമ്മീഷനുകളുടെ ശുപാർശകളെക്കുറിച്ചും ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ബില്ലുകൾ ഗവർണർ ഒപ്പിടുന്നതിന് സമയപരിധി തീരുമാനിച്ച സുപ്രീം കോടതി വിധി കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പ്രതികരിച്ചു. ബില്ലുകളിൽ ഗവർണർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരേണ്ടത് പാർലമെന്റാണ്. കേസ് ഭരണഘടനാ ബെഞ്ചിന് കൈമാറുമെന്നാണ് കരുതിയതെന്നും ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ വിശദീകരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി NIA. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് വന്നതെന്ന് റാണ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. 2008 നവംബറിലാണ് കൊച്ചിയിലെ താജ് ഹോട്ടലിൽ തഹാവൂർ റാണ തൻ്റെ ഭാര്യയുമായി താമസമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേരളത്തിലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ സന്ദർശനം വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചോ എന്നറിയാൻ NIA സംഘം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് തഹാവൂർ റാണയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരം NIA സംഘത്തിന് കിട്ടിയത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഭീകരൻ കേരളത്തിൽ താമസമാക്കിയെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരം കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അദ്ദേഹം അന്ന് നൽകിയത്. അതിനുശേഷം കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ NIA സംഘത്തിനും കൈമാറിയിരുന്നു. തുടർന്ന് നമുക്കറിയാം പിന്നീട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ നടന്നു. തഹാവൂർ റാണ അമേരിക്കയിൽ പിടിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. അന്ന് താജ് ഹോട്ടലിലെ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ പോലീസ് സംവിധാനത്തിന് രജിസ്റ്ററൊക്കെ നോക്കിയിട്ട് പോലീസ് സംവിധാനത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിച്ചിരുന്നു. ഇതടക്കമാണ് NIA സംഘത്തിൻ്റെ പക്കലുണ്ടായിരുന്നത്. തുടർന്നാണ് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യലിലേക്കും മറ്റും NIA സംഘം കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേരളത്തിൽ ഇവർ എത്തിയത് ഈ തീവ്രവാദ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണോ എന്ന കാര്യമാണ് NIA പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല മേഖലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇവർ സന്ദർശനം നടത്തിയിരുന്നു. ഈ തീവ്രവാദ ആക്രമണത്തിൻ്റെ തൊട്ട് മുമ്പ് രാജ്യത്തെ മിക്ക നഗരങ്ങളും സന്ദർശിച്ചിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2008 നവംബർ 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ ഡൽഹി, അഹമ്മദാബാദ്, കൊച്ചി, മുംബൈ, UPയിലെ ഹാപ്പൂർ, ആഗ്ര തുടങ്ങിയ നഗരങ്ങളിലും ഈ സംഘം സന്ദർശനം നടത്തി എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ലഷ്കർ ഇ തയ്യബയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും മറ്റുമായിരുന്നു സന്ദർശനങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഇത്തരത്തിൽ ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് NIA സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതനുസരിച്ച് കൊച്ചിയിലും വരും ദിവസങ്ങളിൽ NIAയുടെ അന്വേഷണം ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കേരള പോലീസിനും ഈ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ NIA സംഘം കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 24 മണിക്കൂറിലും ഇപ്പോൾ തഹാവൂർ റാണ നമുക്കറിയാം NIAയുടെ കസ്റ്റഡിയിലാണ്. 24 മണിക്കൂറും ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാനുള്ള സൗകര്യം കൂടി NIA സംഘം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് NIA സംഘത്തിൻ്റെ തീരുമാനം.
മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും നേതാക്കളുടെ ഫോട്ടോകൾ ഉയർത്തിക്കാട്ടിയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ വഖഫ് സംരക്ഷണ മാർച്ചിനെതിരെ AP സമസ്ത. വഖഫ് സമരവും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്ത് ബന്ധമെന്ന തലക്കെട്ടോടെ സമസ്ത AP വിഭാഗം ദിനപത്രമായ സിറാജ് മുഖപ്രസംഗം എഴുതി. ചിത്രങ്ങളുമായുള്ള മാർച്ചിനെതിരെ വിമർശനവുമായി KT ജലീലും രംഗത്തെത്തിയിട്ടുണ്ട്. വഖഫ് നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ സോളിഡാരിറ്റിയും SIOയും കരിപ്പൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളായ ഹസനുൽ ബന്നയുടെയും മുഹമ്മദ് ഖുതൂബിന്റെയും ചിത്രങ്ങൾ ഉയർത്തിയത്. നടപടിക്കെതിരെ സമുദായത്തിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമാണ്. വഖഫ് സംരക്ഷണ പ്രക്ഷോഭ റാലി ആശയപ്രചരണത്തിന് വേദിയാക്കിയെന്നാണ് പ്രധാന വിമർശനം. നടപടിയെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയ AP വിഭാഗം മുഖപത്രമായ സിറാജ് സമരത്തിന്റെ ലക്ഷ്യത്തെ തന്നെ വഴിതിരിച്ചുവിടുന്ന വിവേകശൂന്യതയാണ് സോളിഡാരിറ്റിയിൽ നിന്നുണ്ടായതെന്ന് കുറ്റപ്പെടുത്തി. പാരമ്പര്യ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ബ്രദർഹുഡ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവരുമായി ആഴത്തിലുള്ള സൗഹൃദമുണ്ട്. വഖഫ് നിയമത്തിനെതിരെ മതേതര ഇന്ത്യ ഒന്നിച്ചേറ്റെടുത്ത പ്രക്ഷോഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടനാ താൽപര്യവും മതരാഷ്ട്ര നിലപാടും പ്രകടിപ്പിക്കണമായിരുന്നോ എന്നും വിമർശനം സിറാജ് ഉന്നയിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനവുമായി KT ജലീലും രംഗത്ത് വന്നു. മുസ്ലിം ബ്രദർഹുഡുമായുള്ള ബന്ധം ആരോപിച്ച് രാജ്യത്ത് നടക്കാൻ പോകുന്ന എല്ലാ വഖഫ് വിരുദ്ധ സമരങ്ങളെയും അടിച്ചൊതുക്കാൻ അമിത്ഷായ്ക്ക് കൊടുത്ത വടിയാണ് കരിപ്പൂർ എയർപോർട്ട് മാർച്ച് എന്ന് ജലീൽ കുറ്റപ്പെടുത്തി. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി UDFിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയാണെന്നും ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മുനമ്പം ഭൂമി കേസിൽ നിർണായക വഴിത്തിരിവ്. 1954 വഖഫ് ആക്ട് നിലവിൽ വന്ന ശേഷം ഫാറൂഖ് കോളേജ് ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി. വിൽപ്പനയ്ക്കുള്ള വിലയ്ക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്കല്ലേ എന്നും മുനമ്പം ഭൂമിക്ക് അത് ബാധകമാകുമോ എന്നും ട്രൈബ്യൂണൽ ചോദിച്ചു. 1923 മുസൽമാൻ വഖഫ് ആക്ടിന് ശേഷം വഖഫ് ഭൂമിയുടെ നിർവചനങ്ങൾ, ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിർണായകമായ ചട്ടങ്ങൾ നിലവിൽ വന്നത് 1953 വഖഫ് ആക്ട് പ്രകാരമാണ്. നിയമം നിലവിൽ വന്ന് 3 മാസത്തിനുള്ളിൽ വഖഫ് ഭൂമികൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ചട്ടം. എന്നാൽ മുനമ്പം ഭൂമി ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് വഖഫ് ബോർഡ് ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഭൂമി വിൽപ്പനകൾ കഴിഞ്ഞ ശേഷം 2019 ഭൂമി വഖഫ് രജിസ്റ്ററിൽ ചേർത്ത് ഏറ്റെടുത്തത്. വഖഫ് രജിസ്റ്ററിൽ ചേർക്കും മുമ്പ് നടത്തിയ ഭൂമി വിൽപ്പന 1954 നിയമപ്രകാരം സാധുവല്ലേ എന്ന് ട്രൈബ്യൂണൽ ചോദിച്ചു. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡും കക്ഷികളും വാദങ്ങൾ നൽകാൻ ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു. 1988, 1990 വർഷങ്ങളിലായി 220 പേർക്ക് ഭൂമി വിറ്റിട്ടുണ്ടെന്ന് ഫാറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഇതിൽ കൂടുതൽ കൈവശക്കാർ ഭൂമിയുടെ അവകാശവുമായി മുന്നോട്ട് വരുന്നതിനെ കുറിച്ച് കോളേജിന് വ്യക്തതയില്ല. ഭൂമിയുടെ മറിച്ചു വിൽപ്പനയും കയ്യേറ്റങ്ങളും നടന്നിരിക്കാമെന്നും അസോസിയേഷൻ ട്രൈബ്യൂണലിനെ അറിയിച്ചു. അവധിക്ക് ശേഷം ഇനി 21-നാണ് കേസ് പരിഗണിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. വഖഫ് ദേശീയ പ്രശ്നമാണെന്നും പ്രതിഷേധത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്നും PK കുഞ്ഞാലിക്കുട്ടി. മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന നിലപാട് ആരെടുത്താലും സപ്പോർട്ട് ചെയ്യില്ല. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അത് ഒട്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയല്ല. എത്ര അത് ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന് എത്ര കുറച്ച് സംസാരിക്കുന്നു അത്രയും നല്ലത്. സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തിൽ പറയേണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പറയേണ്ടായിരുന്നു. മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യൂല. പിന്നെ വെറുപ്പിന്റെ പ്രചാരകർ അപ്പുറത്തുണ്ട്. അപ്പൊ ഇപ്പുറത്തുള്ളവർ വെറുപ്പിന്റെ പ്രചാരകരായാൽ ആരായാലും ഞങ്ങൾ യോജിക്കൂല. അല്ലാതെ പ്രത്യേക പ്രകടനത്തെയും പൊതുയോഗത്തെയും കുറിച്ച് ഞാൻ നോക്കിയിട്ട് പറയാം. വഖഫ് നിയമ ഭേദഗതിയിൽ KCBCയുടെ നിലപാടിനെ പരോക്ഷമായി തള്ളിപ്പറയുകയാണ് ലത്തീൻ സഭാ മുഖപത്രമായ ജീവനാഥം. നിയമ ഭേദഗതി വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും വഴി തുറക്കുന്നതാണെന്നും ഇതിനെ കരുതലോടെ കാണണമെന്നും ജീവനാഥം ഓർമ്മിപ്പിക്കുന്നു. നിയമ ഭേദഗതി അനിവാര്യമാണെന്നും എല്ലാവരും പിന്തുണയ്ക്കണമെന്നുമായിരുന്നു KCBCയുടെ ആഹ്വാനം. വഖഫ് നിയമ ഭേദഗതിയിൽ ഇതാദ്യമായാണ് ലത്തീൻ സഭയുടെ നിലപാട് മുഖപത്രം വ്യക്തമാക്കുന്നത്. നിയമ ഭേദഗതിയെ കണ്ണടച്ച് പിന്തുണയ്ക്കാതെ ഇതിലെ രാഷ്ട്രീയ മുതലെടുപ്പും അവ്യക്തതയുമാണ് ജീവനാഥം ചൂണ്ടിക്കാണിക്കുന്നത്.
മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. തീരദേശത്തും വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ മുനമ്പം ആയുധമാക്കരുത്. വിദ്വേഷ പ്രചാരണം കൊഴുപ്പിച്ച രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്നും നിയമ ഭേദഗതി വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും വഴി തുറക്കുന്നതാണെന്നും ജീവനാഥം വിലയിരുത്തുന്നു. യഥാർത്ഥ ഭൂമി ഉടമകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. രേഖകളില്ലാത്ത കയ്യേറ്റക്കാരുണ്ടെങ്കിൽ അക്കാര്യം സംസ്ഥാന സർക്കാർ നോക്കണം. JPC റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കപ്പെട്ടിരുന്നില്ലെന്നും നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെന്ന് അമിത്ഷായും കിരൺ റിജിജുവും വ്യക്തമാക്കിയതാണെന്നും ജീവനാഥം പറയുന്നു. മുനമ്പത്തിന് സഹായകരമാകുന്ന വ്യവസ്ഥയേതെന്ന് ഹൈബി ഈഡൻ MP ചോദിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെങ്കിലും പാർലമെന്റിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിരുന്നുവെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു. ബുദ്ധമതക്കാരനായ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് സ്വന്തം ന്യൂനപക്ഷ സമുദായത്തിന്റെ കാര്യത്തിൽ വേവലാതിയില്ലെന്നും ജീവനാഥം ഓർമ്മിപ്പിക്കുന്നു. ലത്തീൻ സഭയ്ക്ക് മേൽക്കൈയുള്ള മുനമ്പത്ത് രാഷ്ട്രീയ നീക്കത്തിന് BJP ഒരുങ്ങുമ്പോഴാണ് സഭാ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ലത്തീൻ സഭ മുന്നോട്ട് വരുന്നത്. ന്യൂസ് 18 കൊച്ചി. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതോടെ പശ്ചിമബംഗാളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തി. മുർഷിദാബാദിലെ ജംഗിപ്പൂരിൽ പ്രതിഷേധക്കാർ ഇന്നലെ പോലീസ് ജീപ്പ് കത്തിക്കുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് MP ഖലീലുർ റഹ്മാന്റെ ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. ഇന്ന് രാവിലെയും സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ബംഗാൾ പോലീസ് പ്രതികരിച്ചു. BSFനെയും പ്രദേശത്ത് വിന്യസിച്ചു. മലപ്പുറത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് കേസെടുത്തത്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം വേർപെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വീടുകളിലെ പ്രസവത്തിനെതിരെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി മതസംഘടനാ നേതാക്കളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും യോഗം വിളിച്ച് മലപ്പുറം ജില്ലാ ഭരണകൂടം. അടുത്ത ബുധനാഴ്ച രാവിലെയാണ് മലപ്പുറം കളക്ടറേറ്റിൽ യോഗം ചേരുക. മതത്തെ മുൻനിർത്തിയുള്ള പ്രഭാഷണങ്ങൾക്കെതിരെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പോലും പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം മത സാമുദായിക നേതാക്കളുടെ യോഗം വിളിച്ചത്. നമ്മോടൊപ്പം ചേരുന്നത് മലപ്പുറം ജില്ലാ കളക്ടർ BR വിനോദാണ്. പ്രസവം എന്നുള്ളത് ഗവൺമെൻറ് സെക്ടറിൽ പൂർണ്ണമായും സൗജന്യമായി കിട്ടുന്ന കാര്യമാണ്. പോഷകാഹാരങ്ങളെല്ലാം സൗജന്യമായി കൊടുക്കേണ്ട സംവിധാനം എല്ലാ സബ് സെൻറ്ററുകളിലും എല്ലാ ചൊവ്വാഴ്ചയും ഗർഭിണികൾക്കുള്ള പരിശോധനയും സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ് സെക്ടറിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വീട്ടിൽ പ്രസവിക്കേണ്ട കാര്യമില്ല. ഇത്തരം സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നതെന്നുള്ളത് വളരെ ആശങ്കയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിവിധ സാംസ്കാരിക നായകരെയും മതം മേലധ്യക്ഷരെയും മെഡിക്കൽ രംഗത്തുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 16-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബോധവൽക്കരണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അത് കൈകാര്യം ചെയ്യാൻ, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വീടുകളിൽ ഇല്ലാത്തത് അപകടകരമാകും എന്നുള്ളൊരു ധാരണയും എല്ലാവരിലേക്കും എത്തിക്കുന്നതിലൂടെ ഇത് കുറയ്ക്കാൻ സാധിക്കും. അതിന് വലിയ ബോധവൽക്കരണവും നടപടികൾ ആവശ്യമാണ്. DMOയുടെ നേതൃത്വത്തിൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രചരണ മെറ്റീരിയൽ ഉണ്ടാകുകയും കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, ആശങ്കകൾക്ക് ആവശ്യമില്ല. ഗവൺമെൻറ് സംവിധാനത്തിൽ എല്ലാ മരുന്നുകളും പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ളത് എല്ലാവരും. ഈ ഒരു വീട്ടുപ്രസവം എന്ന അശാസ്ത്രീയമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ആ സംഭവത്തിനെതിരെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സത്വര നടപടികളുമായി മുന്നിട്ടിറങ്ങുകയാണ്. അത് ഫലം കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ജമ്മുകശ്മീരിലെ അഖ്നൂർ സെക്ടറിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ചെറുക്കാനുള്ള ശ്രമത്തിനിടെ ജവാന് വീരമൃത്യു. ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറാണ് വീരമൃത്യു വരിച്ചത്. നുഴഞ്ഞുകയറ്റ ശ്രമം സുരക്ഷാ സേന പരാജയപ്പെടുത്തി. പ്രദേശത്ത് സുരക്ഷാ സേന തെരച്ചിൽ തുടരുകയാണ്. കിഷ്ത്വാറിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം LDFന്റെ കേസല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടിൽ CPMൽ കടുത്ത അതൃപ്തി. വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളുമെന്നും ബിനോയ് വിശ്വം ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടി മറുപടി നൽകി. പാർട്ടിയിൽ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന ആദ്യ നിലപാട് ബിനോയ് വിശ്വം പിന്നീട് തിരുത്തിയത്. എക്സാലോജി കേസിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റതിന്റെ 68-ാം വാർഷികം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത്. എന്നാൽ ഇന്നലെ അവസാനിച്ച CPI സംസ്ഥാന കൗൺസിലിൽ
ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. ആരോട് ചോദിച്ചിട്ടാണ് ബിനോയ് ഇങ്ങനെ മുഖ്യമന്ത്രിയെ വെള്ളപൂശുന്നത്? ഇത് പാർട്ടി നിലപാടാണോ എന്നിങ്ങനെയായിരുന്നു സെക്രട്ടറിക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾ. സംസ്ഥാന സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന ആവശ്യവും പാർട്ടി ശക്തമായി. ഇതോടെ ബിനോയ് വിശ്വം മലക്കം മറിഞ്ഞു. മുഖ്യമന്ത്രിയും മകളെയും വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറഞ്ഞു. വീണയ്ക്കെതിരെയുള്ള കേസുകൾ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ്. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും. ഇതാണ് ഇക്കാര്യത്തിൽ CPM നിലപാട്. അതിനെ ചോദ്യം ചെയ്ത ബിനോയ് വിശ്വത്തിന്റെ ഇടപെടലിൽ കടുത്ത പ്രതിഷേധമുണ്ട് CPM-ന്. അത് വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന സമിതി അംഗം കൂടിയായ വി ശിവൻകുട്ടി. ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. ഇടതുമുന്നണി എന്നാൽ CPM-ഉം സർക്കാർ എന്നാൽ പിണറായിയുമാണെന്ന പ്രചരണങ്ങൾക്കെതിരെയും CPI-യിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയാണ് ബിനോയ് നിലപാട് തിരുത്തിയത്. അതിനെയും ശിവൻകുട്ടി പരിഹസിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നൊരു അസൂയം കുശുമ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടടുക്കുമ്പോൾ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നതകൾ മറനീക്കി പുറത്തുവരികയാണെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിലും CPI-CPM തർക്കം രൂക്ഷമാണ്. പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോകുമ്പോഴാണ് മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ കടുത്ത എതിർപ്പുയർത്തിയത്. വികസനത്തിന് കേന്ദ്രത്തിന്റെ പണം ചെലവാക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ കേരളം എതിർപ്പറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ 978.53 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകുമെന്ന് വിശദമാക്കിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇതിന് തയ്യാറായത്. ഇതനുസരിച്ച് സ്കൂളുകളിൽ നടപ്പാക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. അടുത്ത അധ്യയന വർഷം തുടങ്ങും മുൻപേ ഇതിനുള്ള ധാരണാപത്രം ഒപ്പിടാമെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്തയച്ചു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് CPI മന്ത്രിമാർ കടുത്ത എതിർപ്പുയർത്തിയത്. പിന്നീട് നടന്ന CPI നേതൃയോഗത്തിലും ഈ എതിർപ്പ് പരസ്യമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കെ ഇതുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രി കടുത്ത വിമർശനം ഉയർത്തിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കാശ് ആയതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവും ഇല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. ആ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. 2022 ദേശീയ അധ്യാപക ദിനത്തിലാണ് രാജ്യത്തെ 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ PM ശ്രീ പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് കേരളത്തിൽ 332 സ്കൂളുകൾക്കാണ് ഗുണം ലഭിക്കുക. 5 വർഷത്തേക്ക് കേന്ദ്രവിഹിതമായി 1008 കോടി രൂപ കിട്ടും. പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ ബോർഡിൽ PM ശ്രീ പദ്ധതി എന്ന് രേഖപ്പെടുത്തണമെന്ന വ്യവസ്ഥയോടാണ് കേരളത്തിന് എതിർപ്പുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുന്നണികൾക്ക് വെല്ലുവിളിയുമായി രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കിയാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകൾ ഒന്നിക്കുന്നത്. മെയ് 3 കോട്ടയത്ത് ചേരുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിന് ശേഷം രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമെന്ന് SC/ST സംയുക്ത സമിതി ചെയർമാൻ L. രമേശ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അധികാരത്തിൽ തുല്യ പങ്കാളിത്തമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ 72 ദളിത് സംഘടനകൾ സംയുക്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് തയ്യാറെടുക്കുന്നത്. ഒരു മുന്നണിയോടും പ്രത്യേക താൽപര്യമില്ലെന്നും അധികാര പദവികൾ തന്നെയാണ് ലക്ഷ്യമെന്നും SC/ST സംയുക്ത സമിതി ചെയർമാൻ L. രമേശ്. കേരളത്തിൽ ഞങ്ങൾ 50 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട്. കേരളത്തിൽ ഈ ആളുകൾക്കാണ് ഈ നീതി ലഭിക്കാത്തത്. ഞങ്ങളൊരു നിർണായക ശക്തിയാണ് കേരളത്തിൽ. അപ്പോൾ ആ ശക്തിയെയും കൂട്ടായ്മയും ഒരുമിച്ച് കൊണ്ടുവന്നുള്ള വലിയ പോരാട്ടമാണ് ഞങ്ങളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 10-200 ജില്ലാനും കോർപ്പറേഷനുണ്ട്. സംവരണം പോലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ മാത്രം ഒരെണ്ണം കൊടുക്കും.
വേറെ ഒരു കോർപ്പറേഷനിലും ഈ ഭാഗത്ത് പരിഗണിക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും അദ്ദേഹം പരോക്ഷ വിമർശനം ഉന്നയിച്ചു. ദളിത് കോൺക്ലേവ് നടത്തിയത് കൊണ്ട് മാത്രമായില്ലെന്നും പാർട്ടി പുനഃസംഘടനയിലും ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന നൽകാൻ നേതൃത്വം തയ്യാറാകണമെന്നും വിമർശനം. കോൺക്ലേവ് സംഘടിപ്പിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയൊന്ന് പരിശോധിക്കാം. ഒരു ബ്ലോക്ക് പ്രസിഡന്റ് പോലും 282 ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ ഒരു പട്ടികജാതിക്കാരനെ പോലും പരിഗണിച്ചില്ല. ജില്ലാ തലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ ഈ പട്ടികജാതി വിഭാഗത്തൊക്കെ പരിഗണിക്കുന്ന കാര്യം ചുരുക്കമാണ്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 15% വരുന്ന ദളിത് വിഭാഗങ്ങൾ പാർട്ടി രൂപീകരണത്തിന്റെ പേരിൽ കൈകോർത്താൽ മുന്നണികൾക്ക് ചങ്കിടിപ്പുണ്ടാക്കുന്ന സമ്മർദ്ദശക്തിയായി അത് മാറുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ. വരുന്ന 27-ന് തൃശൂരിലും മെയ് 3-ന് കോട്ടയത്തും ചേരുന്ന സംയുക്ത സമ്മേളനങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി ന്യായീകരിക്കരുതായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന്റെ മതേതരത്വം വെളിപ്പെടാൻ പ്രത്യേക സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. സംഗതി നേരെ മറിച്ചാണ്. പറഞ്ഞത് കേരളത്തിലാണ്, കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു. ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരൂല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ, വ്യക്തമാക്കാൻ ഒരു സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം. സമരം ചെയ്തു വന്ന തൊഴിലാളി പ്രസ്ഥാനമാണ് കേരളം ഭരിക്കുന്നതെന്ന കാര്യം സർക്കാർ മറക്കരുതെന്ന് പൗരസാഗരം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി ഖദീജ മുംതാസ് പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് നിരവധി ആളുകളാണ് സമരപ്പന്തലിൽ എത്തിയത്. വൈകാരികമായി ഏറ്റെടുത്ത സമരമാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 62ാം ദിവസമാണ് ഐക്യദാർഢ്യവുമായി പൗരസാഗരം സംഘടിപ്പിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പിന്തുണയുമായി സമരവേദിയിലെത്തി. തോൽക്കാൻ പാടില്ലാത്ത സമരമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ പുരോഗമിക്കുന്നതെന്നും കൂടെ ആര് നിൽക്കുന്നുവെന്ന് നോക്കിയാണ് സർക്കാർ കടുംപിടുത്തം തുടരുന്നതെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി ഖദീജ മുംതാസ്. നിങ്ങൾ വിജയിക്കാതെ പിന്മാറരുത്. വാസ്തവത്തിൽ സമൂഹത്തിന്റെ ഉയരത്തിലുള്ള അപ്പർത്തട്ടിലുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കും. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് പോകണം എന്നേ ആലോചിക്കുകയുള്ളൂ. ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് ആശമാർ മുന്നോട്ട് വെച്ചതെന്നും അതിന് സർക്കാർ വിരുദ്ധ സമരമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സമരസമിതി നേതാക്കളും പ്രതികരിച്ചു. സർക്കാരിനെ ഒരു തരത്തിലും പ്രതിസന്ധിയിലാക്കുന്നതോ ബുദ്ധിമുട്ടിലാക്കുന്നതോ ഉള്ള ഡിമാൻഡുകളല്ല ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എത്രയും വേഗം അംഗീകരിച്ചു തരാൻ കഴിയുന്ന ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശമാരെ രംഗത്തിറക്കി സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ന്യൂസ് 18, തിരുവനന്തപുരം. ഉന്നത ഉദ്യോഗസ്ഥരെ പരിഹസിച്ച് സസ്പെൻഷനിലുള്ള N പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടിമക്കണ്ണാകാൻ ഇല്ലെന്നും തെറ്റ് ചെയ്തെങ്കിലേ വിധേയനാകേണ്ടതുള്ളൂവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രശാന്ത് പറയുന്നു. തനിക്ക് ഡാൻസും പാട്ടും അറിയില്ലെന്നും പരിഹാസരൂപേണ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഗോഡ്ഫാദർ ഇല്ലാത്ത, വരവിൽ കവിഞ്ഞ സമ്പാദ്യമില്ലാത്ത, പീഡോഫീലിയ കേസുകളില്ലാത്ത ആളാണ് താനെന്ന ഒളിയമ്പും കുറിപ്പിലുണ്ട്. പ്രേം നസീറും ഷീലയും അഭിനയിച്ച കുറ്റാന്വേഷണ ചിത്രത്തിന്റെ ഭാഗം ചേർത്താണ് പ്രശാന്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷീല തന്റെ നിരപരാധിത്വം പറയുന്നതും നസീർ അത് വിശ്വസിക്കാത്തതും യഥാർത്ഥ കുറ്റവാളികൾ അത് നോക്കി നിൽക്കുന്നതുമാണ് ദൃശ്യം. IAS ഉദ്യോഗസ്ഥരായ A ജയതിലകനെയും K ഗോപാലകൃഷ്ണനെയും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ N പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുകയാണ്. വകുപ്പ് തല നടപടിയിൽ വിശദീകരണം നൽകുന്നതിന് N പ്രശാന്ത് മുന്നോട്ട് വെച്ച ഉപാധികൾ നേരത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തള്ളിയിരുന്നു. ഹിയറിംഗിന്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും വേണമെന്നായിരുന്നു പ്രശാന്ത് മുന്നോട്ട് വെച്ച നിബന്ധന. ബുധനാഴ്ച വൈകിട്ട് 4:30 ഹാജരാകണമെന്നാണ് N പ്രശാന്തിനുള്ള നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പ്രശാന്തിന്റെ പുതിയ പോസ്റ്റ്. ന്യൂസ് 18, തിരുവനന്തപുരം. ലൈവ് സ്ട്രീം ചെയ്യണമെന്ന N പ്രശാന്ത് IASന്റെ ആവശ്യം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി പൊതുഭരണ വകുപ്പ് കത്ത് നൽകി. ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും അനുവദിക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2024 നവംബർ 11-നാണ് N പ്രശാന്ത് സസ്പെൻഷനിലായത്.
അഭിഭാഷകരും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അഭിഭാഷകരെയും വിദ്യാർത്ഥികളെയും പ്രതികളാക്കിയാണ് കേസെടുത്തത്. പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിലും കേസെടുത്തു. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അഭിഭാഷകരും വിദ്യാർത്ഥികളും നൽകിയ വിവിധ പരാതികളിലാണ് 4 കേസുകൾ എടുത്തിട്ടുള്ളത്. കോളേജ് വിദ്യാർത്ഥികളുടെ പരാതിയിൽ 10 അഭിഭാഷകരുടെ പേരിലും അഭിഭാഷകരുടെ പരാതിയിൽ 10 വിദ്യാർത്ഥികളുടെ പേരിലും കേസുണ്ട്. പോലീസിന് നേരെ ആക്രമണം നടത്തിയതിന് കണ്ടാൽ അറിയാവുന്ന 10ഓളം പേർക്കെതിരെ കേസെടുത്തു. ഇതുവരെയും കേസുകളിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കോളേജിലേക്ക് അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതായി ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മറ്റൊരു പരാതിയും നൽകിയിട്ടുണ്ട്. SFI പ്രവർത്തകരാണ് കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ. നിയമവിരുദ്ധ സംഘം ചേരൽ, ആയുധങ്ങളുമായി കലാപശ്രമം, അതിക്രമിച്ചു കടക്കൽ, ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് അഭിഭാഷക അസോസിയേഷൻ വ്യക്തമാക്കിയത്. അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന നിലപാടിലാണ് SFI. ന്യൂസ് 18 കൊച്ചി. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ മറുപടി ഹൈക്കോടതി രേഖപ്പെടുത്തി. പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. എറണാകുളത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടർക്കെതിരെ കേസെടുത്തു. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ രാംകുമാറിനെതിരെ ചേരാനല്ലൂർ പോലീസാണ് കേസെടുത്തത്. 35 വയസ്സുകാരിയായ രോഗിയെ ചികിത്സയ്ക്കിടെ കയറിപ്പിടിച്ചെന്നും ചുംബിക്കാൻ ശ്രമിച്ചെന്നുമാണ് പരാതി. ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്തു. പുലർച്ചെ മുതൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ്. കൊല്ലത്ത് ശക്തമായ മഴയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊട്ടിയത്താണ് വെള്ളക്കെട്ട്. വാഹനങ്ങൾ കുടുങ്ങി. റോഡ് നിർമ്മാണം നടക്കുന്നതിനാലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണ്ണവില റെക്കോർഡിലാണ്. പവന് 70,000 രൂപ കടന്നിട്ടുണ്ട്. പവന് 70,160 രൂപയാണ് വില. ഗ്രാമിന് വില 8,770 രൂപ. തുടർച്ചയായ 4ാം ദിവസമാണ് സ്വർണ്ണവില കൂടുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണ്ണം. 22 ക്യാരറ്റ് സ്വർണം 8,770 രൂപ ഗ്രാമിന്. 18 ക്യാരറ്റ് ഗ്രാമിന് 7,260, പവന് 58,080 രൂപ. വെള്ളി ഗ്രാമിന് 107, കിലോയ്ക്ക് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.